Good afternoon. Good afternoon. എന്താ ഈ പഠനമൊക്കെ പഠിച്ചു തുടങ്ങിയോ നിങ്ങള് എക്സാമിന് വേണ്ടി? കുറച്ച് പഠിച്ചു തുടങ്ങിക്കോട്ടെ. അധികം ചിലപ്പോ നിങ്ങൾക്ക് സ്റ്റഡിയിലൊന്നും അധികം ദിവസം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മുതലുള്ളതൊക്കെ കുറച്ചായിട്ട് നിങ്ങൾ പഠിച്ചു തീർത്തോ. ഓക്കെ. ഇപ്പൊ 3rd ഉം 4th മോഡ്യൂളിന്റെ എക്സാം ഉണ്ടാവും തന്നെ. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ടീച്ചേഴ്സിന്റെ ഒക്കെ ചാപ്റ്റർ ആണെങ്കിലും തീരാറായിട്ടുണ്ട്. ഒരുവിധമൊക്കെ ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ആയി നിൽക്കുമല്ലോ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അത് മറ്റേത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. 3rd 4th പേജസ് കൂടുതലുണ്ടല്ലോ ചാപ്റ്റേഴ്സിന്റെ. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓക്കെ അല്ലേ? അതൊക്കെ ഒരുവിധം പഠിച്ചു തന്നെ കഴിഞ്ഞാലേ. ഇത് 3rd 4th അല്ലേ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനുള്ളത്? ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഒരുവിധം കഴിഞ്ഞതല്ലേ? ഫസ്റ്റും സെക്കൻഡ് മോഡ്യൂളിന്റെ എക്സാം ഒക്കെ ഇട്ടപ്പോ ഒരുവിധമൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി 3rd 4th പഠിച്ചോട്ടോ. പിന്നെ അത് ഇനി നമ്മള് JCI ആയിരുന്നു പറഞ്ഞത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം. JCI എന്ന് പറഞ്ഞാൽ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഈ JCIയിൽ നമ്മൾ പറഞ്ഞു 285 സ്റ്റാൻഡേർഡുകളും 1160 മെഷറബിൾ എലമെന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. JCIയുടെ 5th എഡിഷനില് JCI 5th edition of the hospital standard contain അതിനകത്ത് ആ നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. 285 സ്റ്റാൻഡേർഡ്സും 1160 മെഷറബിൾ എലമെന്റ്സും ആണ്. ഇനി നോക്കിയ നെക്സ്റ്റ് റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുന്നു? റീ എക്സാമിൻ ചെയ്യുന്നു. അത് വീണ്ടും പുനഃപരിശോധിക്കുന്നു. അവരെ ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെ. The standards will be re-examined and published at least every 3 years. 3 വർഷം എങ്കിലും അറ്റ്ലീസ്റ്റ് 3 വർഷമെങ്കിലും ആവുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? റീ എക്സാമിൻ ചെയ്യുന്നു. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. ഈ സ്റ്റാൻഡേർഡുകൾ ഒന്നുകൂടി പുനഃപരിശോധന നടത്തും. മാനദണ്ഡങ്ങള് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവര് ഓരോ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആ മാനദണ്ഡങ്ങള്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യുന്നു? റീ എക്സാമിൻ ചെയ്യുന്നു, അത് പുനഃപരിശോധന നടത്തുന്നു. ആൻഡ് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് എവരി 3 years. ഒരു അറ്റ്ലീസ്റ്റ് 3 വർഷമെങ്കിലും ആകുമ്പോൾ അത് പുതുക്കിയ മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നു? അത് പബ്ലിഷ് ചെയ്യുന്നു. ഇതിനകത്ത് നെക്സ്റ്റ് വരുന്നത് JCI സർവേ മെത്തഡോളജി ആണ്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് മെത്തേഡ് യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഓർ സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ്. ഏരിയ ഓഫ് സ്റ്റഡി ഓർ ആക്ടിവിറ്റി, അതാണ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. ദ സിസ്റ്റം ഓഫ് മെത്തേഡ്സ് ആണ്. അവിടെ പല മെത്തേഡുകളാണ് യൂസ് ചെയ്യണത്, ആണ് മെത്തഡോളജി. A system of method used in a particular area of study or activity. ഒരു പ്രത്യേക ഇത് പഠനത്തിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റിക്കോ അവിടെ ഈ മെത്തേഡുകൾ, പലതരത്തിലുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. JCI സർവേ മെത്തഡോളജി. തറോ സർവേ പ്രോസസ് ബിക്കം ഓപ്പറേഷണൽ. അപ്പൊ ഇങ്ങനെ ഈ സമഗ്രമായിട്ടുള്ള ഒരു സർവേ പഠനം എന്നുള്ളത് അത് കാര്യങ്ങളുടെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കും. സർവേകള് ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾക്ക് സർവേകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സർവേകൾ നമ്മൾ അസസ് ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ടുകളൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റും സർവേനെ ബേസ് ചെയ്തിട്ട്. ഇതിനകത്ത് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ്സ് എ ഫിസിഷ്യൻ. അപ്പോ ഒരു ഹോസ്പിറ്റൽ, ഈ JCIയുടെ സർവേ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെമ്പേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ഉണ്ട്. ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഇവര് 3 പേരുമാണ് പ്രധാനമായിട്ടും സർവേ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ടിപ്പിക്കൽ സർവേ ടീം ഇൻക്ലൂഡ് എ ഫിസിഷ്യൻ, നേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ.
ഇനി സർവേയേഴ്സ് അസസ് വേരിയസ് യൂണിറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്കസ് ദെയർ ഫൈൻഡിങ്സ്. ഈ സർവേ ചെയ്യുന്നവരല്ലേ സർവേയേഴ്സ്. ഈ സർവേയർമാര് എന്ത് ചെയ്യുന്നു അറിയോ? ഈ ഒരു സ്ഥാപനത്തിലെ പല വിവിധ യൂണിറ്റുകളെ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുക, വിലയിരുത്തുകയും അവരുടെ കണ്ടെത്തലുകൾ അവിടെ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ സർവേമാരുകള് പല ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന പല യൂണിറ്റിലുള്ള യൂണിറ്റിലെ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തുകയും അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ കണ്ടെത്തലുകൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. The surveys conduct a complete system analysis on integration and coordination of care process. അപ്പൊ ഈ കെയർ പ്രോസസ്, പരിചരണ പ്രക്രിയയുടെ ഏകോപനം സംബന്ധിച്ച് സർവേയർമാര് പൂർണ്ണമായിട്ടുള്ള ഒരു സിസ്റ്റം അനാലിസിസ്, സിസ്റ്റം വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് അക്രഡിറ്റേഷൻ സർവേകള് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. അക്രഡിറ്റേഷൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ഇതാണ് അക്രഡിറ്റേഷൻ സർവേകളുടെ ഓരോ ഇതാ വരുന്നത്. ഫസ്റ്റില് സ്റ്റാഫ് പേഷ്യന്റും തമ്മിലുള്ള വാക്കാലുള്ള വിവരണം. അപ്പൊ അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതാണ് വെർബൽ ഇൻഫർമേഷൻ ആണ്. പേപ്പറിൽ എഴുതിയോ ഒന്നുമല്ല, അത് നേരിട്ട് അവരിൽ നിന്ന് അവരുടെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യുന്നു. ഇതാണ് ഇന്റർവ്യൂ വിത്ത് സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ആൻഡ് അതർ വെർബൽ ഇൻഫർമേഷൻ. ജീവനക്കാരും പേഷ്യന്റും ആയിട്ടുള്ള ഇന്റർവ്യൂ അതെങ്ങനെയാ? വെർബൽ ആണ്, വാക്കാലുള്ള വിവരണമാണ് അത് വരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞ ഓൺസൈറ്റ് ഒബ്സർവേഷൻ. ആ കണ്ടാലുടൻ, എന്താണ് ഓൺസൈറ്റ് എന്ന് പറഞ്ഞാൽ? ഓഫ് പേഷ്യന്റ് കെയർ പ്രോസസ് ബൈ സർവേയേഴ്സ്. സർവേയർമാരുടെ ആ പേഷ്യന്റ് കെയർ പ്രക്രിയയിലുള്ള ഓൺസൈറ്റ് ഒബ്സർവേഷൻ. അവർ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള ഒബ്സർവേഷൻ, അവരുടെ ഫൈൻഡിങ്സുകൾ സർവേയിൽ ഉൾപ്പെടുത്തും. അതാണ് ഓൺസൈറ്റ് ഒബ്സർവേഷൻ. മറ്റേത് അവരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? അവർ ഒബ്സർവ് ചെയ്തിട്ട് ആ പേഷ്യന്റ് കെയർ പ്രോസസ് അവര് ഒബ്സർവ് ചെയ്തിട്ട് ആ ഓൺസൈറ്റ് ഒബ്സർവേഷൻ ആണ് രണ്ടാമത്തെ ഇതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തത് പോളിസീസ്, പ്രൊസീജിയർ, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് അതർ ഡോക്യുമെന്റ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. പോളിസികൾ, ഓരോ നയങ്ങള്, പ്രൊസീജിയർ, അതിന്റെ നടപടിക്രമങ്ങള്, ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ്ലൈൻസ് ആൻഡ് മറ്റുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ ആ ഓർഗനൈസേഷൻ പ്രൊവൈഡഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഇനി അടുത്തത് വരുന്നത് സ്കോറിംഗ് ദ സർവേ റിസൾട്ട്. ഈ സർവേ റിസൾട്ട് എങ്ങനെയാണ് ഇനി സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിനകത്ത് ഈച്ച് സ്റ്റാൻഡേർഡ് മസ്റ്റ് കണ്ടെയ്ൻ എ സ്കോറിംഗ് ഓഫ് അറ്റ്ലീസ്റ്റ് 5. ഓരോ സ്റ്റാൻഡേർഡിലും കുറഞ്ഞത് 5 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം, 5 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിലാണ് അത് കൺസിഡർ ചെയ്യുള്ളൂ. ഓരോ സ്റ്റാൻഡേർഡിലും നമ്മൾ കുറഞ്ഞത് 5 സ്കോർ എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഓരോ ചാപ്റ്റേഴ്സും അതില് അറ്റ്ലീസ്റ്റ് 8 സ്കോർ എങ്കിലും വേണം. ഈച്ച് ചാപ്റ്റർ മസ്റ്റ് ഹാവ് എ സ്കോർ ഓഫ് അറ്റ്ലീസ്റ്റ് 8. ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. അതൊന്നും നമുക്കത് വായിച്ചു പോയാൽ മതി. അടുത്ത നോക്കിയേ, all standards must together average for at least 9. എല്ലാ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവയുടെ ആവറേജ് എന്ന് പറയുന്നത് 9 ആയിരിക്കണം. ആവറേജ് 9 ആയിരിക്കണം. All standards must together average for at least 9. എല്ലാ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 9 ആയിരിക്കണം. പിന്നെ all measurable elements are averaged to obtain the score for the standard. എല്ലാ സ്റ്റാൻഡേർഡുകൾക്കും വേണ്ടിയുള്ള
സ്റ്റാൻഡേർഡിന് വേണ്ടിയുള്ള സ്കോർ ചെയ്യുന്നതിന് എല്ലാ മെഷറബിൾ എലമെന്റ്സിന്റെയും ആവറേജ് ആണ്. ഓൾ മെഷറബിൾ എലമെന്റ്സ് ആർ ആവറേജ്ഡ്. എന്തിനു വേണ്ടിയാ? ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡിന്റെ സ്കോർ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാ മെഷറബിൾ ആയിട്ടുള്ള എലമെന്റ്സും എന്തായിരിക്കണം? ആവറേജ് ആയിരിക്കണം. ആവറേജ് ആയിരിക്കണം. ഇനി അതിനകത്ത് സ്കോറിംഗ് സർവേ റിസൾട്ട്, സർവേയുടെ ഫലം അത് സ്കോർ ചെയ്യുന്നതിന് നമ്മൾ മെഷറബിൾ എലമെന്റ്സിനാണ് ME എന്ന് പറയുന്നത്. ഈ സ്കോർഡ് ഈച്ച് മെഷറബിൾ എലമെന്റ്സ് ഈ സ്കോർ. ഓരോ മെഷറബിൾ എലമെന്റ്സും അതിൽ സ്കോർ ചെയ്യണം. മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്തതിനെയാണ് മെറ്റ് എന്ന് പറഞ്ഞത്. അത് 10. ബ്രാക്കറ്റിൽ അതിന്റെ നമ്പർ കൊടുത്തേക്കുന്നതാണ് മെറ്റ്. മെറ്റ് എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്തത്. പാർഷ്യലി മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർഷ്യലി പകുതി സ്കോർ ചെയ്തത്. നോട്ട് മെറ്റ് എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്തത്, പാർഷ്യലി മെറ്റ് എന്ന് പറഞ്ഞാൽ പകുതി സ്കോർ ചെയ്തത്, നോട്ട് മെറ്റ് എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യാത്തത്. ഇനി നോക്കിയേ, എല്ലാ ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഫോർ ദ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ ഈ സ്കോർ ലഭിക്കുന്നതിന് എല്ലാ സ്റ്റാൻഡേർഡ്സും എങ്ങനെയായിരിക്കണം? ആവറേജ് ആയിരിക്കണം. ഓൾ സ്റ്റാൻഡേർഡ്സ് ആർ ആവറേജ്ഡ് ടു ഒബ്റ്റെയിൻ ദ സ്കോർ ഓഫ് ദ ചാപ്റ്റർ. ആ ചാപ്റ്ററിന് മൊത്തത്തിലുള്ള സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡ്സും എങ്ങനെയായിരിക്കണം? എല്ലാ മാനദണ്ഡങ്ങളും ആവറേജ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സ്കോർ കിട്ടുള്ളൂ. പിന്നെ ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. മൊത്തത്തിലുള്ള സ്കോർ ലഭിക്കണമെങ്കിൽ ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് ആയിരിക്കണം. ആവറേജ് ഇത് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുക? സ്കോർ ലഭിക്കുള്ളൂ. അത് താഴെ വന്നെങ്കിൽ അത് JCIയുടെ ആ മാനദണ്ഡങ്ങള് അത് ഇത് അച്ചീവ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്കോർ അവിടെ ഇല്ല. ഇതാണ്. അപ്പൊ അതിന്റെ ഓരോ മാനദണ്ഡങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ സ്റ്റാൻഡേർഡ്സും ആവറേജ് ആയിരിക്കണം. അതുപോലെ ഓൾ ചാപ്റ്റേഴ്സ് ആർ ആവറേജ് ടു ഒബ്റ്റെയിൻ ദ ഓവറോൾ സ്കോർ. മൊത്തത്തിലുള്ള ആ സ്കോർ ലഭിക്കണമെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും എങ്ങനെയായിരിക്കും? ഒരു ആവറേജിൽ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ആണ് നാബ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോർ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യണം. NAB, National Accreditation Board for Hospital and Health Care Providers. ഈ NAB എന്ന് പറഞ്ഞ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. NAB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഒരു സെറ്റ് ഓഫ് പാരാമീറ്റർ ഇത് ക്വാളിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നേടിയ ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ NAB അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. NAB അക്രഡിറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഹോസ്പിറ്റലില് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം. എല്ലാവരും ഫുള്ളി അവരുടെ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ടാവും ഓരോന്നിനും. അപ്പൊ അവർക്കിടെ കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ NAB അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എല്ലാവരും എന്താ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇത് അക്രഡിറ്റേഷൻ കിട്ടുന്നത് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പേഷ്യന്റിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാരും ഹോസ്പിറ്റലില് ഫുള്ളി അവരത് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ, അംഗീകാരം നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസി ഇതാണ് ഏതെന്ന് പറയുന്നത് NAB എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ കിട്ടിയ ഹോസ്പിറ്റലിന് മാത്രമേ ഈ അക്രഡിറ്റേഷൻ NAB അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. NAB ഹോസ്പിറ്റലില് അപ്പൊ ഇതുപോലെ തന്നെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, നല്ല പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവിടെ കാണാം. ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു കോൺസ്റ്റിറ്റ്യൂട്ട് ബോഡിയാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ബോഡിയാണ് ഈ NAB എന്ന് പറയുന്നത്. NAB
ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ക്വാളിറ്റിക്ക് നൽകുന്ന ഒരു റിക്കഗ്നേഷൻ ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. ഇപ്പൊ നാബ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞ എന്താ? അപ്പൊ നല്ല ക്വാളിറ്റി സർവീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നാബ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ക്വാളിറ്റിക്ക് നൽകുന്ന ഒരു റിക്കഗ്നേഷൻ ആണ് ഈ നാബ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ നേടിയ ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ നാബ് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. എല്ലാ ഹോസ്പിറ്റലിലൊന്നും നാബ് അക്രഡിറ്റ് അല്ല, നാബ് അക്രഡിറ്റേഷൻ കിട്ടില്ല. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാ കിട്ടുന്നത്? പേഷ്യൻസിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലെ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന് മാത്രമേ ഈ നാബ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ശരിക്കും പേഷ്യന്റ് ആണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരിക്കലും നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് ആ ഹോസ്പിറ്റലിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും അങ്ങനെ നിലനിന്ന് പോകുന്ന കാര്യമല്ല. ഇപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? അത് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ അത് 2-3 വർഷത്തിലൊക്കെ അതിനെല്ലാം അവരൊരു ഇംപ്രൂവ്മെന്റിന് വീണ്ടും തയ്യാറെടുക്കണം. അപ്പൊ ഓരോ 3 വർഷത്തിലും അക്രഡിറ്റേഷൻ ഇങ്ങനെ കിട്ടും. അപ്പൊ അത് 3 വർഷം, ഇപ്പൊ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷം കഴിയുമ്പോൾ വീണ്ടും അവര് വന്ന് അത് നോക്കും. എന്നിട്ടും എല്ലാരും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ വീണ്ടും അക്രഡിറ്റേഷൻ നൽകും. അങ്ങനെയാണ് ഓരോ 3 വർഷത്തിലും റീ അക്രഡിറ്റേഷൻ ഉണ്ടാവും അവിടെ. അപ്പൊ കൂടാതെ 1.5 വർഷം നമ്മൾ അതിന്റെ നിലവാരം നിലനിർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. 1.5 വർഷമൊക്കെ കൂടുമ്പോഴത്തേലും നമ്മൾ ഓൾറെഡി അക്രഡിറ്റേഷൻ കിട്ടിയാലും അത് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കുകയും ചെയ്യും. അപ്പോ ഒരു ശരിക്കും എന്താ നാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനും ഹെൽത്ത് കെയറിനും ഒക്കെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയുള്ള ഒരു നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു നല്ലൊരു ക്വാളിറ്റിക്ക്, ആ ഹോസ്പിറ്റലിന്റെ നല്ല ക്വാളിറ്റി സർവീസിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് നാബ് കൊടുക്കുന്നത്, നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, The NAB standards are reformed every 4 years and now the hospital implement 5th edition standard. അപ്പൊ ഇവിടെ 4 വർഷം എന്നാ പറഞ്ഞേക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? റീഫോം ചെയ്യുക. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എന്ത് ചെയ്യുന്നു? പുതുക്കി അവര് പുനഃപരിശോധിക്കുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് 5th എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, 5th എഡിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആണ് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ഏപ്രിൽ 2020. നാബ് സ്റ്റാൻഡേർഡ്സ് ആർ സെന്റേഴ്സ് ഓൺ ദ പേഷ്യന്റ് സേഫ്റ്റി. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ അംഗീകാരം കൊടുക്കുന്നത്? അതിന്റെ ബെനിഫിറ്റ് ആർക്കാ? ശരിക്കും പേഷ്യന്റിനാണ്. Patient safety and the quality of the delivery service by the hospital in changing the healthcare environment. മാറിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് ഈ പേഷ്യന്റിനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സർവീസുകളുടെ നല്ലൊരു ഗുണനിലവാരത്തിനും സംബന്ധിച്ച് അതാണ് നാബ് എന്ത് ചെയ്ത കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ലക്ഷ്യമുണ്ട്, അതിനോടൊപ്പം തന്നെ നല്ല ഡെലിവറി സർവീസുകളും ഹോസ്പിറ്റലിൽ അത് അവൈലബിൾ ആയിരിക്കും. The NAB is given by the autonomous body set up by the Government of India as known as ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് നാബ് എന്ന് പറയുന്നത്. ഈ നാബ് മെയിൻലി ഡിവൈഡ്സ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻ. 2 മെയിൻ ഡിവിഷൻ ആയിട്ട് നാബ് ഈ ഹോസ്പിറ്റലുകളിലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാബ് മെയിൻലി ഡിവൈഡ് ദ ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്.
അതില് ഫസ്റ്റ് ആണ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതിനകത്ത് നോക്കിയേ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ താഴെ വരുന്ന ചെറിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അത് ഒരു സെക്ഷൻ. ഓക്കെ, SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത്, അതിനകത്ത് എങ്ങനെയാ, വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്, 50 ബെഡ്സിൽ താഴെ വരുന്നതെല്ലാം സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. ഇനിയോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡിൽ കൂടുതലുള്ളത്. അപ്പൊ 50 ബെഡിൽ താഴെയുള്ള ചെറിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, 50 ബെഡിൽ മുകളിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Main NABH guidebook or standards have 10 chapters with 100 standards. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. NABH guidebook or standards has മൊത്തം എത്രയാ, 10 chapter with 100 standards അതിനകത്ത് പറയുന്നത്. 10 chapter with 100 standards and 651 objective elements. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. 10 chapter with 100 standards and 651 objective elements ആണ് മെയിൻ NABH സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Standards refers to a set of goals for performance. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, is refers to a set of goals for performance. എന്താണ്, ഒരു പെർഫോമൻസ് ആയിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. NABH എന്ന് പറഞ്ഞാൽ Standards refers to a set of goals for the performance. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത് പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. Elements comes under each standard and is used to monitor the performance. And out of 651 objective elements, 101 in core category. അപ്പൊ അതൊന്ന് നോക്കിപ്പോയി നിങ്ങൾ. അപ്പൊ മൊത്തം നമ്മൾ പറഞ്ഞ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ്. ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അതെന്താ, വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനമായിട്ട് വിലയിരുത്തുന്ന കാര്യങ്ങളാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. അതെന്താണല്ലോ ചെയ്തോ കേട്ടോ. അതിനകത്ത് 651 ഒബ്ജക്റ്റീവ്സില് അതിനകത്ത് 102 കോർ കാറ്റഗറിയിലാണ് വരുന്നത്. അതെന്താണ് കോർ കാറ്റഗറി എന്ന് പറഞ്ഞത്? എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണയ സമയത്തും അടിസ്ഥാനപരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതില് നോക്കിയേ, 459 are in commitment categories. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. അതെങ്ങനെയാ? ഫൈനൽ അസസ്മെന്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്, വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. ഇനി നോക്കിയേ, 60 are in achievement category which will be checked out during surveillance assessment. അവ നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്. നിരീക്ഷണ മൂല്യനിർണയ വേളയിൽ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് 30 are in excellence category which will be evaluated during re-accreditation. ആ റീഅക്രഡിറ്റേഷൻ സമയത്ത് പുനഃ അംഗീകാരം നൽകുക. അതായത് നമ്മൾ ഓരോ 4 വർഷം കൂടുമ്പോൾ റീഅക്രഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ പുനർ പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് 30. അത് എക്സലൻസ് കാറ്റഗറിയിൽ വരും. അങ്ങനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നിന്റെയും നോക്കുക. അതിനകത്ത് 1 or 2 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. 459 അതായത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ. പിന്നെ അത് 60 വരുന്നത് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ, 30 എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നു. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ അക്രഡിറ്റേഷൻ. 30 എക്സലൻസ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ റീ അക്രഡിറ്റേഷൻ സമയത്ത് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കോർ കാറ്റഗറി
essentially evaluated during each assessment. ഓരോ അസസ്മെന്റ് സമയത്തും അത് അടിസ്ഥാനമായി വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമ which are essentially evaluated which will be evaluated during final assessment. Final assessment അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ. ഇനി 60 എന്ന് പറഞ്ഞത് നിരീക്ഷണ മൂല്യനിർണ്ണയ വേളയിൽ വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. 30 എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അത് റീ അക്രഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇതില് നാബ് സ്റ്റാൻഡേർഡ്സ് അതിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. അതിന്റെ ഈ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് തന്നെ നോക്കിപ്പോക്കോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകള്, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. നാബ് സ്റ്റാൻഡേർഡ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പേഷ്യന്റിന് കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്, പിന്നെ അത് ഓർഗനൈസേഷന് സെന്റേർഡ്, ഓർഗനൈസേഷനെ ബേസ് ചെയ്തുള്ള നാബ് സ്റ്റാൻഡേർഡുകൾ വരുന്നുണ്ട്. അതിൽ നോക്കിയ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് AAC അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അടുത്ത COP എക്സ്പാൻഡഡ് ഫോം നോക്കിക്കോ, കെയർ ഓഫ് പേഷ്യന്റ്. പിന്നെ അടുത്ത MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അടുത്തത് PRE പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ HIC. ഇതെല്ലാം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നാബ് സ്റ്റാൻഡേർഡുകളാണ്. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോട്ടോ. അതൊന്നില്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, AAC COP MOM PRE HIC. ഇനി ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്ന ഏതാ നോക്കിയേ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെല്ലാം ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നാബ് സ്റ്റാൻഡേർഡില് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് PSQ, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ROM, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി FMS, HRM ഹ്യൂമൻ, അത് നിങ്ങൾക്ക് പഠിക്കാണ്ടല്ലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM. അടുത്ത ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം IMS. ഓക്കെ, ഇനി അടുത്തത് നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. Key performance indicator KPI assist in helping to systematically monitor, assess and continually enhance service performance. Okay, key performance, NAB key performance, service performance. സർവീസ് പെർഫോമൻസ് നിരീക്ഷിക്കാനും അതിനെ വിലയിരുത്താനും തുടർച്ചയായിട്ട് അത് സർവീസ് പെർഫോമൻസ് ഒക്കെ തുടർച്ചയായി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുകയാണ് ഈ നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതിന് സഹായിക്കുന്നു. ഓക്കെ, സർവീസ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് അതിനെ നിരീക്ഷിക്കാനും അസസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അതിനെ വിലയിരുത്താനും മോണിറ്റർ ചെയ്യാനും അസസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും സഹായിക്കുകയാണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കുന്നത്. By themselves, KPIs cannot improve performance. ഇത് നാബ് കീ പെർഫോമൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. However, they do provide a signpost that signal progress towards goal and objective, as well as opportunity for sustainable progress. നോക്കി ഇവിടെ സ്വയം KPISന് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രകടനം ഇംപ്രൂവ് ചെയ്യാൻ മെച്ചപ്പെടുത്താൻ പറ്റില്ല. എന്നാലും ഗോൾസിലേക്കും അതിന്റെ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കും ഒബ്ജക്റ്റീവിലേക്കുമുള്ള ഒരു പുരോഗതിയുടെ
സുസ്ഥിര പുരോഗതിക്കുള്ള അവസരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സൈൻ പോസ്റ്റ് അല്ലെങ്കിൽ സിഗ്നൽ പ്രോഗ്രസ് ഇവ നൽകുന്നു. ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. അതിന്റെ ഈ കീ പെർഫോമൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ലാബിന്റെ കീ പെർഫോമൻസ് ഏതൊക്കെയാണെന്നോ ഇതൊന്ന് വായിച്ചു പോകാം. അതിലെ ഞാൻ ഇത് പറയുമ്പോ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇത് മൊത്തം ഒരു 35 എണ്ണം വരുന്നുണ്ട്. അത് 35 എണ്ണത്തിന്റെ ഇത് നിങ്ങൾ പഠിക്കണ്ട. 35 എണ്ണം തോന്നുന്നു, 32 എണ്ണം. ഓക്കെ, 32 ഇത് വരുന്നുണ്ട്. അത് 32 നിങ്ങൾ കാണാതെ പഠിക്കണ്ട. അതിൽ കുറച്ച് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ ടിക്ക് ഇട്ട് പൊക്കോട്ടോ. ഓക്കെ, key performance indicator are likely to monitor by healthcare organization. ഇതിനകത്തൊക്കെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിരീക്ഷിക്കാനായിട്ട് ഈ കീ പെർഫോമൻസ് കീ പെർഫോമൻസ് സാധ്യതയുണ്ട്. അതിനകത്ത് ഇവിടെ കുറച്ച് ഫോർമുലാസ് ആണ് ഇവിടെ തന്നേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ഇതിനകത്ത് എക്സാമിന് ചോദിക്കുന്ന ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ടു ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിനകത്തായിരിക്കും ചോദിക്കുന്നത്. അതിനകത്ത് ഫോർമുല തരും. അതിന്റെ നമ്മളിപ്പോ തന്നേക്കുന്നത് തെറ്റിച്ച് തരും. എന്നിട്ട് കറക്റ്റ് ഫോർമുല ഏതാണെന്ന്, അല്ലാതെ അതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊന്നും പഠിക്കണ്ട. അതിൽ നിന്ന് ഫോർമുലാസ് ആണ് ഈ ഒരു സെക്ഷനിൽ സാധാരണ ചോദിക്കാറ്. അത് എല്ലാ ഫോർമുലയും പഠിക്കണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഒന്നാമത്തെ ദ ടൈം taken for initial assessment. ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലിന് ആയിട്ട് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അതെങ്ങനെയാ? ഓക്കെ, നമ്മൾ ആ ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈമിനെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, ആ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ് നിങ്ങൾ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്നാമത്തെ പഠിക്കണം, അത് ടിക്ക് കിട്ടും. അപ്പൊ ഇത് ക്വസ്റ്റിനും നിങ്ങൾ അവിടെ എഴുതി വെച്ചോ. ഇപ്പൊ നമ്മള് ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, അല്ലെ ഫോർമുല ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് വരും. എന്നിട്ട് ഇവിടെ ഇവര് ഫോർമുല തിരിച്ചു തരാം. എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് തരാം. അല്ലെങ്കിൽ അതിന്റെ ഇൻറ്റു ഇട്ട് തരാം. Sum of the time taken for the initial assessment into total number of admission. അങ്ങനെ തെറ്റിച്ച് പല രീതിയിൽ തെറ്റിച്ച് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഫോർമുലാസ് മാത്രം എടുക്കുക കേട്ടോ. അത് ഈ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ, ദ ടൈം ഷുഡ് ബി ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഫോർ ദ വാർഡ് വിൽ ബി ടൈം that the initial evaluation has been completed by a doctor. ഒരു പേഷ്യന്റിനെ നമ്മൾ ബെഡിൽ എത്തിക്കുന്ന ആ സമയം മുതൽ ഒരു ഡോക്ടർ ആ പ്രാഥമികമായിട്ടുള്ള പരിശോധന അത് പൂർത്തിയാക്കുന്ന സമയം വരെ, ആ സമയം അതുവരെ എടുക്കുന്ന സമയമാണ് ഏതെന്ന് പറയുന്നത് ടൈം ഇനിഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള എഴുതിയേക്കുന്ന കാര്യങ്ങൾ പഠിക്കണ്ട. അതിന്റെ നമ്മൾ ആ ഫോർമുലാസ് മാത്രം എല്ലാത്തിന്റെയും പഠിച്ചാൽ മതി കേട്ടോ. എല്ലാത്തിന്റെയും പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഒരു പേഷ്യന്റിനെ ബെഡിൽ എത്തിക്കുന്ന സമയം മുതൽ അവർ ആ ഡോക്ടർ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേഷൻ അത് പൂർത്തിയാകുന്ന സമയം വരെ എടുക്കുന്ന ആ ഒരു ടൈം, അതാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടിക്ക് കിട്ടും. ഒന്നാമത്തെ ഫസ്റ്റ് ഫോർമുല. ഓക്കെ, ടിക്കറ്റ് പൊക്കോളട്ടോ. ഇത് രണ്ടാമത്തെ നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നോക്കിയേ, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനുകളിലും റിപ്പോർട്ട് ചെയ്ത ഇറർ എന്ന് പറഞ്ഞ എന്താ? പിശകുകളുടെ എണ്ണം.
ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനും ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്ത ഇററുകൾ, തെറ്റുകളുടെ നമ്പർ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 1000 ഇൻവെസ്റ്റിഗേഷൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനില്. അപ്പൊ അതുകൊണ്ട് 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുകയും ചെയ്യുക. നമ്പർ ഓഫ് റിപ്പോർട്ട്, അവിടെ റിപ്പോർട്ട് ചെയ്ത എററുകളുടെ എണ്ണം, അതിനെ മൊത്തം എത്ര ടെസ്റ്റ് നടത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ എണ്ണത്തെ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. ഫോർമുലാസ് ക്ലിയർ ആക്കി പോയിട്ട് രണ്ടാമത്തെയും പഠിക്കണം. ടിക്ക് കിട്ടുമോ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 1000. ക്ലിയർ ആണോ? രണ്ടാമത്തെ എത്ര ടെസ്റ്റ് അവിടെ നടത്തി, അതില് നമ്മൾ എത്ര എറർ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ റിപ്പോർട്ട് ചെയ്ത എറർ, ഇപ്പൊ അവിടെ നമ്മുടെ 1000 ഇൻവെസ്റ്റിഗേഷന്റെ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 100 ടെസ്റ്റ് നടത്തിയതിൽ 2 എണ്ണാണ് എറർ റിപ്പോർട്ട് ചെയ്തേക്കണമെങ്കിൽ 2 ഡിവൈഡഡ് ബൈ എത്ര, മൊത്തം എത്ര ടെസ്റ്റ് നടത്തി, 100 ആണെങ്കിൽ 100 ഇൻറ്റു 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നുള്ളത് കേട്ടോ. രണ്ടാമത്തെ ഇതും പഠിക്കണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, തേർഡ് വൺ. Percentage of adherence to safety precaution by the staff working in diagnosis. നോക്കി അടുത്ത പറഞ്ഞേക്കുന്ന ഡയഗ്നോസ്റ്റിക് ലാബൊക്കെ ഇല്ലേ, അങ്ങനെ ഡയഗ്നോസ്റ്റിക്കില് ജോലി ചെയ്യുന്ന അവർക്കുള്ള സ്റ്റാഫിനുള്ള മുൻകരുതലുകളാണ്. ഓക്കെ, safety precautions. Percentage of adherence to safety precaution by staff working in diagnostic. ആ ഡയഗ്നോസ്റ്റിക്കില് ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഉള്ള സുരക്ഷാ മുൻകരുതലുകള് പാലിക്കുന്നതിന്റെ പെർസെൻറ്റേജ്, എത്രമാത്രം അവർക്ക് ആ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇത് ഫോർമുലയാണ്. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഇൻറ്റു 100. സേഫ്റ്റി പ്രിക്കോഷൻ പാലിക്കുന്ന ജീവനക്കാരുടെ എണ്ണത്തെ എന്താണ് ഓഡിറ്റ് ചെയ്ത ജീവനക്കാരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, number of staff adhering to safety precaution divided by number of staff audited into 100. ഇതിപ്പോ നമ്മള് 1ഉം 2ഉം ഞാൻ പറഞ്ഞു അടയാളപ്പെടുത്താൻ പറഞ്ഞു, ടിക്കറ്റ് വെച്ചോളാം. മൂന്നാമത്തെ വേണ്ട. ഓക്കെ, ഇനി നാലാമത്തെ നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതായിരുന്നു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത്. മെഡിക്കേഷൻ ഇറർ റേറ്റ് കാണിക്കുന്ന ഫോർമുലയായിരുന്നു ചോദിച്ചത്. ഫൈൻഡ് ഔട്ട് ദ മെഡിക്കേഷൻ ഇറർ റേറ്റ്. ഓക്കെ, മെഡിക്കേഷൻ ഇറർ റേറ്റ്. അപ്പൊ മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിന്റെ പിശകലുകള്, മരുന്നിലൊക്കെ എന്തെങ്കിലും ഇറേഴ്സ് വരികയാണെങ്കിൽ അതിന്റെ റേറ്റ് കാണിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പഠിക്കണം, രണ്ടാമത്തെ പഠിക്കണം, ഇനി നാലാമത്തെ ടിക്കറ്റ്. ഓക്കെ, എന്റെ ഒപ്പം ടിക്കറ്റ് പോകാനോട്ടോ. നാലാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. മെഡിക്കേഷൻ ഇറർ റേറ്റ് കാണുന്ന ഫോർമുല ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെയോ കൺസ്യൂമറിന്റെയോ ഒക്കെ നിയന്ത്രണത്തിൽ ആയിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗിക്ക് അപ്പൊ അങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ, അവർക്ക് സേഫ് അല്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ രോഗികൾക്ക് ഇത് ദോഷം വരുത്തുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനോ കാരണമാകുന്നത് തടയാവുന്ന ഏതെങ്കിലും ഒരു സംഭവമാണ് മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ divided by total number of opportunities of medication error into 1000. Okay, 1000 അല്ല 100 അല്ലേ? 100 ആണ് കേട്ടോ. എന്റെ ഇവിടെ ബുക്കിൽ എഴുതിയേക്കുന്ന മാറിയതാണ്, 100 ഉള്ളൂ. അപ്പൊ മെഡിക്കേഷൻ ഇറർ റേറ്റ് കാണുന്ന ഇതെങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, മരുന്നുകളുടെ ആകെ എണ്ണം.
മരുന്നുകൾ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് മരുന്നുകളുടെ പിശകുകൾ ഏറെ വന്ന മരുന്നുകളുടെ ആകെ എണ്ണത്തിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറർ മരുന്നിന്റെ ആകെ അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഫോർമുലാസ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറർ അവസരങ്ങളുടെ എണ്ണമാണ്. അത് പിശകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ അവസരങ്ങളുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, പിശകുള്ള മരുന്നുകളുടെ ആകെ എണ്ണത്തിനെ നമ്മൾ ആ പിശകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് അവസരമുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അഞ്ചാമത്തെ പഠിക്കേണ്ട പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ. അതിന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നോക്കി, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ prone abbreviation divided by number of medication chart reviewed into 100. പിശകുള്ള മരുന്നുകളുടെ ചാർട്ടുകളുടെ എണ്ണത്തിനെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂ ചെയ്ത അവലോകനം ചെയ്ത മരുന്നുകളുടെ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അടുത്തത് ആറാമത്തെ ടിക്കറ്റോ പഠിക്കണം. പെർസെന്റേജ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇനി നമ്മൾ നോക്കാം പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾ അല്ലെ. ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അപ്പോ ആ കിടത്തി ചികിത്സയില് പ്രതികൂലമായ മരുന്ന് അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന മരുന്നിന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഒരു ശതമാനം. ഓക്കെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ളതോ ചില മരുന്നിനോടുകളുള്ള റിയാക്ഷൻ. ഇപ്പൊ എല്ലാവർക്കും എല്ലാ മരുന്നുകളൊന്നും ഇതാവണമെന്നില്ല. അപ്പൊ ചിലർക്ക് ചില മരുന്നുകൾ അത് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത് ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കേസുകളിലാണ് മിക്കവാറും ഇങ്ങനെയുള്ളത്. കേസുകളിലൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കാറ്, ഈ റിയാക്ഷൻസ് ഉണ്ടാകാറ്. നമ്മൾ മിക്കവാറും മരുന്നുകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് എന്തെങ്കിലും ആ മരുന്നിനോട് റിയാക്ഷൻ ഉണ്ടോന്നുള്ളതൊക്കെ ചെറിയ ഇത് കൊടുത്തതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. എങ്കിലും എന്താ അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫോർമുലയാണ്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്. അപ്പൊ അതിന്റെ എന്ത് ചെയ്താൽ മതി, ഇൻപേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ആ ഡ്രഗിനോട് റിയാക്ഷൻ ഉള്ള അത് റിയാക്ഷൻ കാണിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ അവിടെ മൊത്തത്തിലുള്ള ഇൻപേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് 1 പറഞ്ഞു, 2 പറഞ്ഞു, 4 പറഞ്ഞു, 6 പറഞ്ഞു. ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇനി നോക്കി അടുത്തത് ഏഴാമത്തെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. അൺപ്ലാൻഡ് OT എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ പ്ലാന്റ് അല്ലാതെ മടങ്ങി വരുന്ന റിട്ടേണിന്റെ പെർസെന്റേജ് ആണ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് ആസൂത്രണം ചെയ്യാതെ മടങ്ങി വരുന്ന കേസുകളുടെ എണ്ണം. ഇത് പഠിക്കണം കേട്ടോ. ഏഴാമത്തെ ടിക്ക് കേട്ടോ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT.
നോക്കിയാൽ അതിനെ കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന റിട്ടേണുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് who underwent സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഇൻടു 100. അപ്പോ റിട്ടേൺ ചെയ്ത പേഷ്യന്റ്, അൺപ്ലാൻഡ് ആയിട്ട് റിട്ടേൺ ചെയ്തവരുടെ നമ്പർ എണ്ണത്തെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു അണ്ടർവെന്റ് സർജറീസ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻടു 100 ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഈ ഫോർമുലാസ് ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ഫോർമുലാസ് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അത് ഇതിന്റെ നമ്മൾ തിരിച്ചൊക്കെ തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ആയിട്ട് തരാം. കറക്റ്റ് ഫോർമുല ഏതാന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതെങ്ങനെയാ? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് who underwent സർജറി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ആസൂത്രണം ചെയ്യാതെ മടങ്ങി വരുന്നവരുടെ എണ്ണത്തെ നമ്മൾ ആ സർജറിക്ക്, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി എട്ടാമത്തെ നിങ്ങൾ നോക്കണ്ടെന്നല്ല, പഠിക്കണ്ട, ഇമ്പോർട്ടന്റ് അല്ല. നോക്കിയേ, പെർസെന്റേജ് ഓഫ് എന്തെങ്കിലും ഒന്ന് വായിച്ചു പോകാം. പെർസെന്റേജ് ഓഫ് സർജറീസ് വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു പ്രിവെന്റ് അഡ്വേഴ്സ് events like a wrong site, wrong patient and wrong survey has been adhered to. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സർജറിക്ക് തെറ്റായ സൈറ്റോ അല്ലെങ്കിൽ റോങ് പേഷ്യന്റ്, റോങ് സർജറി തുടങ്ങിയ പ്രതികൂല സംഭവങ്ങൾ തടയുന്നതിനുള്ള ഓർഗനൈസേഷന്റെ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ടുള്ള ഒരു സർജറീസിന്റെ പെർസെന്റേജ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് സർജറീസ് വെയർ പ്രൊസീജിയർ വാസ് ഫോളോഡ്, ആ പ്രൊസീജിയർ അനുസരിച്ച് ഫോളോ ചെയ്ത സർജറികളുടെ എണ്ണത്തെ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോം, മൊത്തം പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് സർജറീസ് വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്, പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുള്ള സർജറികളുടെ എണ്ണത്തെ മൊത്തത്തില് പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത 9ാമത്തെ പഠിക്കണം. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഇതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതികൂലമായ പ്രതികരണം, അതിനാണ് നമ്മൾ അതിന്റെ പെർസെന്റേജ് പറയുന്നത്. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അതെങ്ങനെയാ? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. അപ്പൊ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ എണ്ണത്തെ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 9th one പഠിക്കണം കേട്ടോ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു 100. Next, standardized mortality ratio for the ICU. Mortality rate എന്ന് വെച്ചാൽ എന്താ? മരണനിരക്ക്. Standardized mortality ratio for the ICU. ICUലുള്ള മോർട്ടാലിറ്റി ഒരു നിശ്ചിത കാലയളവ് ഗ്രഹിച്ചതോ യഥാർത്ഥമായതോ ആയുള്ള മരണനിരക്കുകളും അഥവാ പ്രതീക്ഷിക്കുന്ന മരണനിരക്കും തമ്മിലുള്ള ഒരു അനുപാതം. ഓക്കെ, നോക്കി ഫോർമുല പഠിക്കണം. 10th one പഠിക്കേണ്ടതാണ്. ആക്ച്വൽ ഡെത്ത് ഇൻ ICU. ICUയിൽ സംഭവിച്ച യഥാർത്ഥ മരണങ്ങളുടെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICUയിലും. ICUയില് ഡെത്ത് സംഭവിച്ചേക്കാം എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തതുണ്ടല്ലോ.
എന്തായാലും ഉറപ്പായിട്ട് മരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്തതിന്റെ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു ഏതാ 100 ചെയ്യുക. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU എങ്ങനെയാണ്? ഫോർമുല എങ്ങനെയാ? ആക്ച്വൽ ഡെത്ത് ഇൻ ദ ICU സംഭവിച്ച യഥാർത്ഥ മരണങ്ങളുടെ എണ്ണം, അതിനെ നമ്മൾ മരണം വിധിക്കപ്പെട്ട പ്രിഡിക്റ്റ് ചെയ്ത ഡെത്തിന്റെ എണ്ണം, അത് ICU തന്നെയുള്ള പ്രിഡിക്റ്റ് ചെയ്ത ഡെത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 10th വണ്ണും പഠിക്കണം. ഇനി നെക്സ്റ്റ് 11, 12, 13 ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും വെറുതെ ഒന്ന് അതിന്റെ ഫോർമുലാസ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. 11ാമത്തെ, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പെർസെന്റിങ് കംപ്ലൈന്റ്സ്. ഓക്കെ, 11ാമത്തെ എന്താ? സിമിലർ കംപ്ലൈന്റുകളുമായിട്ട് ഈ ഒരു കംപ്ലൈന്റുകള് പേഷ്യൻസ് പറയുന്ന അവർക്ക് ഒരേ കംപ്ലൈന്റുമായിട്ട് ഈ 72 hours എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന ഒരു പെർസെന്റേജ് പറഞ്ഞേക്കുന്നത്. റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്തിൻ സിമിലർ പെർസെന്റേജ് കംപ്ലൈന്റ്സ്. സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന അതിന്റെ പെർസെന്റേജ് കാണുന്ന വാക്യം, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു ദ ആ എമർജൻസിയിൽ വന്ന കംപ്ലൈന്റ്, മൊത്തത്തിലുള്ള ആ എമർജൻസിയിലേക്ക് വന്ന പേഷ്യൻസ്, നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി 12ാമത്തെ, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ. Incidence of hospital associated pressure ulcers after admission, blood store per 1000 patient day. ഇതിനകത്ത് എന്താ പറഞ്ഞത്? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള പ്രഷർ അൾസർ കാര്യങ്ങൾ, അതിന്റെ പെർസെന്റേജ് ആണ്. ഫോർമുല, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ ഓഫ് pressure ulcer divided by total number of patients per day. അപ്പൊ ഇത്രയേ ഉള്ളൂ. അവിടെ ഈ പ്രഷർ അൾസർ ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തെ ആ ഡേയില് മൊത്തം വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, 13ാമത്തെ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. അപ്പൊ കത്തീറ്റർ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ യൂറിനൊക്കെ പോവാൻ കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസുകൾ, അപ്പൊ ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ ആ ഒരു റേറ്റ്. ഓക്കെ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. ഇതിന്റെ പഠനം, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഇൻ എ മന്ത് divided by number of urinary catheter days in that month. അപ്പൊ അതിനകത്ത് ആ ഇൻഫെക്ഷൻ വന്ന പേഷ്യൻസിന്റെ യൂറിനറി കാത്തീറ്റർ അസോസിയേറ്റഡ് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ആ ഒരു മാസം ഇൻഫെക്ഷൻ വന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ മൊത്തത്തില് അവിടെ ആ മാസം യൂറിനറി കാത്തീറ്റർ ഉപയോഗിച്ച പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് 14 പഠിക്കണം. 14ാമത്തെ നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അതെങ്ങനെയാ? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഫോർമുല, number of ventilator associated pneumonia in a month divided by number of ventilator days in that month into 1000. ഏകദേശം എല്ലാവരും ഒരേ ഇതിനകത്ത് വരുന്നത്. ഒരു മാസത്തിലെ വെന്റിലേറ്റർ അസോസിയേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ന്യൂമോണിയ ഉള്ള ആ പേഷ്യൻസിന്റെ നമ്പറിനെ ഏതാണ് ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ്. അപ്പൊ ആ ഒരു മാസം എത്ര പേര് വെന്റിലേറ്റർ ഉപയോഗിച്ചു അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. നമ്പർ ഓഫ് വെന്റിലേറ്റർ 14ാമത്തെ പഠിക്കണം കേട്ടോ. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഓക്കെ, ഇനി അടുത്തത് 15. നോക്കിയേ, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീമിലെ ഇൻഫെക്ഷന്റെ റേറ്റ് അത് കാണുന്ന ഫോർമുല നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഓക്കെ, ഇനി അടുത്തത് 16ാമത്തെ പഠിക്കണം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ റേറ്റ്. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസം അവിടെ സർജിക്കൽ സൈറ്റിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടായ അതിന്റെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. അപ്പൊ ആ ഇൻഫെക്ഷൻ ഉണ്ടായ ആ പേഷ്യൻസിന്റെ എണ്ണം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായ പേഷ്യൻസിന്റെ എണ്ണം, അതിനെ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, അവിടെ ആ മൊത്തം സർജറി പെർഫോം ചെയ്ത ആ ഒരു മാസം മൊത്തം സർജറി ചെയ്ത പെർഫോം ചെയ്ത സർജറിയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇത് പഠിക്കണം കേട്ടോ. 16ാമത്തെ പഠിക്കണം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് കാണാനുള്ള വാക്യം. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ഇത് തിരിച്ചു തരാം. ശരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസം, ആ ഒരു മാസം സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായ പേഷ്യൻസിന്റെ നമ്പറിനെ മൊത്തത്തില് അവിടെ ആ സർജറി ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000. ഓക്കെ, അപ്പൊ അതാ ഇക്വേഷൻസ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. അപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായത് അപ്പൊ മൊത്തത്തില് എത്ര പേർക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മള് 16 എണ്ണം പറഞ്ഞു. അതില് ഷാരോൺ അടയാളപ്പെടുത്തിയതൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് കറക്റ്റ് അല്ലെന്ന് നോക്കിയിട്ട് നമ്മള് ഇപ്പൊ പഠിക്കാൻ പറഞ്ഞ് ഞാൻ ടിക്കറ്റ് തന്നത് ഏതൊക്കെയാ ടിക്കറ്റ് ഷാരോൺ? കറക്റ്റ് ചെയ്തേ. ഒന്നാമത്തെ the time taken for internal assessment. ഒന്നാമത്തെ പഠിക്കണം അല്ലേ? ഉണ്ട്. രണ്ടാമത്തെ പിന്നെ ഫോർത്ത് പഠിക്കണം. നാലാമത്തെ പിന്നെ 7 6 പിന്നെ 7 9 9 14 പത്താമത്തെ പിന്നെ 14 16 ഇത്രയും ഇതൊക്കെ 35 എണ്ണം പഠിക്കാനുണ്ട്. അപ്പൊ അത് ഫുള്ള് നിങ്ങൾ പഠിക്കണ്ട. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടേക്കുന്നത്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാം കൂടി വരുമ്പോ കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് കരുതി കുറച്ച് തന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചാപ്റ്റർ തന്നെ വലുതാണ്. അപ്പൊ ഇത് കുറെ ഉണ്ട്. ഇതിന്റെ ആ ജസ്റ്റ് നിങ്ങൾ ആ ഫോർമുലാസ് മാത്രം ഇത്രയും അതിൽ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
പിന്നെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ നിന്ന് എങ്ങനെയാലും നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യനൊക്കെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ ചാപ്റ്റർ ഒക്കെ ആകുമ്പോൾ ഇമ്പോർട്ടന്റ് ഏരിയകളെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആദ്യത്തെയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫോർമുലാസ് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് നോക്കി വെച്ചോ. അപ്പൊ അത്രയും പോർഷൻസ് കഴിയുമല്ലോ. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫോർമുലാസ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഒന്നാമത്തെ പറഞ്ഞു, രണ്ടാമത്തെ, മൂന്നാമത്തെ, 6, 7, 9, 10, പിന്നെ 14, 16. ഓക്കെ, ഇത്രയും ഭാഗത്ത്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ.